കാണാൻ പറ്റുമോ? ഒരു 2 റക്അത്ത് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? പ്രതിഫലം അറിയുവോടാ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്കറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, മഹാനായ പ്രവാചകൻ പറയുകയാണ്, അതാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വഴുതുകടന്ന് പിരിഞ്ഞു പോയി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒന്ന് അലാറം വെച്ച് എഴുന്നേക്കാൻ പറ്റുമോ? എന്നിട്ട് ഒതുവെടുത്തിട്ട് ഭാര്യ കാണാതെ മക്കള് കാണാതെ നിസ്കാര റൂമിന്റെ അകത്ത് പോയി ലൈറ്റ് അണച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് 2 റക്അത്തും നമസ്കരിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈനീട്ടിയിട്ടല്ലാ, കടമാണല്ലാ, രോഗമാണല്ലാ, കച്ചവടം നഷ്ടത്തിലാണല്ലാ, ഒരുപാട് പ്രയാസമാ അല്ലാ, സമാധാനമില്ല അല്ലാ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും വേദന മാറുന്നില്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്നൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവിന്റെ മുന്നിലിരുന്നിട്ട് കണ്ണിന്റെ മുന്നിൽ അല്ലാഹ് വന്നിരിക്കുകയാ. മുത്തുനബി പറഞ്ഞല്ലോ, രാത്രിയായാൽ അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ഞാൻ തരാ. ആ സമയത്ത് ഒരു രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവിനോടൊന്ന് പറയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്ക് പറയാനുള്ള പരാതി നാട്ടുകാരോട് പറയുമല്ലോ, അയൽവാസികളോട് പറയുമല്ലോ, കുടുംബക്കാരോട് പറയുമല്ലോ. എന്ത് പ്രയോജനമാ മോളെ? ആ പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, രാത്രി നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 2 വതുകഫിറു ലിസ്സയ്യിആത്ത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. കള്ള് കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ അഹങ്കാരികളെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലേ. ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ, ഇതൊക്കെ ഒന്ന് പൊറുക്കണ്ടേ. അതിനുള്ള വഴി എന്താ? പാപം പൊറുക്കണോ? പാപം പൊറുക്കണോ? ഇന്ന് വരെ നീ എത്ര വലിയ കുലപാതകം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ, എത്ര വലിയ പാപം ചെയ്താൽ അല്ലാഹ് പുറത്തു തരണോ? രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. പെങ്ങളെ, നീ ആരോടും പറയണ്ട. നീ ചെയ്തു പോയ പാപങ്ങളെ നീ ആരോടും പറയണ്ട. അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? ഈ റജബിന്റെ രാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റിരുന്നിട്ട്, രാത്രി 4 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട്, അല്ലാഹുവേ, എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാ കഴിയുമോ? നിന്റെ ഇന്നു വരെയുള്ള പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3ാമത്തെ പ്രതിഫലം എന്താ? പലരും പറയുന്ന പരാതി എന്ത്? ഉസ്താദേ, കള്ളുകുടി നിർത്തണമെന്നുണ്ട്, വ്യഭിചാരം നിർത്തണമെന്നുണ്ട്, പരസ്യമായി പലിശ തിന്നുന്നത് നിർത്തണമെന്നുണ്ട്, നിസ്കരിക്കണമെന്നുണ്ട്. പെങ്ങളെ, ഉസ്താദേ, എത്ര സീരിയൽ കാണില്ലെന്ന് തീരുമാനിച്ചാൽ കണ്ടുപോകുന്ന ഉസ്താദേ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തെറ്റിലേക്ക് വീണു പോകുന്ന ഉസ്താദ്
നന്നാകണോ ഉമ്മ, പാപം ചെയ്യാതെ രക്ഷപ്പെടണോ, ഇനിയെങ്കിലും നിനക്ക് നേരെ ജീവിക്കണോ? റസൂലുള്ളാഹി പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, അല്ലാഹു നിന്നെ സംരക്ഷിക്കുകയാ. നിന്നെ പാപം ചെയ്യാൻ അല്ല വിടൂല, നിന്നെ തെറ്റ് ചെയ്യാൻ അല്ല വിടൂല. അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 പ്രതിഫലമാണ് ദുആ ചെയ്യാൻ പോകുകയാ. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു വാപ്പാ. ഈ സദസ്സിൽ ഒരുപാട് പേരുണ്ടല്ലോ, ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, വേദന സഹിക്കാൻ കഴിയാതെ ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്നവർ. എന്ന് പറയുന്ന കൂട്ടുകാർ, ഉസ്താദേ ദിവസത്തിന് 1 മണിക്കൂറാവും ഉറങ്ങുന്നത്, കാലിന് വല്ലാത്ത വേദനയാ, ശിവ കൊടുക്കണേ അല്ലാ. വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ, പടച്ചവനെ രോഗങ്ങളും മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ടല്ലോ. രാത്രി കുടുംബക്കാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ കട്ടിലിൽ കിടന്ന് കരയുന്ന ഉമ്മ, നിനക്കറിയുവോ രാത്രി നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം? നിനക്കറിയുവോ? പടച്ചവരെ, ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ. ഇന്നലെ വഴക്ക് പറയാൻ കണ്ണൂര്, പടച്ചവനെ ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ, ഉസ്താദേ വാപ്പയുടെ നാവിലെ ക്യാൻസറാ, വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, മലദ്വാരത്ത് ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ, പടച്ചവനെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വമതറത്തുൽ ദാഇ അനിൽ ജസദി, രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ, മാരകമായ രോഗം, വലിയ വലിയ രോഗങ്ങൾ അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു മാരക രോഗം കൊടുക്കൂല, ക്യാൻസർ കൊടുക്കൂല, ട്യൂമർ കൊടുക്കൂല, കിഡ്നി തകർക്കൂല, ശരീരം തളർത്തൂല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കില്ല. മാരകമായ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവര്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തകരാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നശിച്ചു കൊണ്ടിരിക്കുകയാണോ? അറിയില്ലല്ലോ പെങ്ങളെ. ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ. അത് തട്ടി മാറ്റാനും മരുന്നിന് കഴിയില്ലല്ലോ. അസദഖത്തു റദ്ദുൽ ബലായാ, സദഖയ്ക്ക് കഴിയുമല്ലോ. സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു സദഖ എടുക്കുമോരെ, ഒരു സദഖ എടുക്കുവാപ്പാ. മടി കാണിക്കല്ലേ പെങ്ങള്. പാവങ്ങൾക്ക് വേണ്ടിയല്ലോ, രോഗികൾക്ക് വേണ്ടിയല്ലോ. മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ എടുത്തിട്ട് ബക്കറ്റിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവോട് പറയണം, അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ തരല്ലേ അല്ലാ. എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. ബക്കറ്റുമായിട്ട് കടന്നു വരികയാണ്. ഒരു സദഖ എടുക്ക്, ഒരു സദഖ എടുക്ക്. അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ കൈവിടൂല. മഹാനായ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പാതിരാത്രിയിലെ നമസ്കാരത്തിന് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലം എന്താണ്? 5 പ്രതിഫലമാണ്. അതിൽ 4 പറഞ്ഞു. 4ാമത്തെ പ്രതിഫലം എന്താ? മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുകയാ. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതനാണ് ജുനൈദുൽ ബഅദാദി തങ്ങളുണ്ടല്ലോ, അവിടെ മരണപ്പെടുകയാണ്. പെങ്ങളെ ഉറങ്ങല്ലേ, ചെറുപ്പക്കാരാ കേൾക്കടാ, പ്രായം ചെന്ന മരണം കാത്തിരിക്കുന്ന വാപ്പാ, ഇനിയെങ്കിലും ഈ വയസ്സാകാലത്തെങ്കിലും മരണത്തോടടുത്തിരിക്കുന്ന സമയത്തെങ്കിലും നിനക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴിയാ. ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടെ മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോയി കബറടക്കുകയാണ്. പടച്ചവനെ, ജനാസ കബറടക്കി. ഒരു ദിവസം ശിഷ്യന്മാര് സ്വപ്നം കാണുകയാണ്. ജുനൈദുൽ ബഅദാദി തങ്ങൾ സ്വപ്നം കാണുകയാണ്. ഉസ്താദിനെ സ്വപ്നം കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു, ഉസ്താദേ, മരിച്ചു കിടന്നപ്പോ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. മയ്യത്ത് കുളിപ്പിക്കുമ്പോ, മയ്യത്ത് പൊതിയുമ്പോ, കബറിലേക്ക് ഇറക്കുമ്പോ വല്ലാത്ത ഒരു പരിമളമായിരുന്നു, വല്ലാത്ത ഒരു സുഗന്ധമായിരുന്നു. ഉസ്താദേ, മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. അതിന്റെ കാരണമെന്താ? അതിന്റെ കാരണമെന്താ? പ്രിയപ്പെട്ട ജുനൈദുൽ ബഅദാദി തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണം നൽകിയല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിയല്ലോ, അതിന്റെ കാരണം ചോദിച്ചപ്പോ ജുനൈദുൽ ബഅദാദി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അത് രാത്രിയിലെ നമസ്കാരത്തിന് അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. അതിരാത്രി നമസ്കരിച്ചതിന് പടച്ചറപ്പ് എനിക്ക് തന്നതാ. വേണോ ബാപ്പാ? ഈമാനുള്ള മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരണം വേണോ? ശഹീദിന്റെ മരണം വേണോ? മരിച്ചു കിടക്കുമ്പോ മുഖത്ത് പ്രകാശം വേണോ? മുഖത്ത് പുഞ്ചിരി വേണോ? കൊതിപ്പിക്കുന്ന മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മയ്യത്ത് കാണുന്ന ഓരോ പെണ്ണും വിചാരിക്കണം, നീ മരിച്ചതുപോലെ മരിക്കാ, നീ മരിച്ചതുപോലെ മരിക്കാ. ഓരോ പെണ്ണും കൊതിക്കണം പെണ്ണ്, ഓരോ പെണ്ണും കൊതിക്കണം പെണ്ണ്. അങ്ങനെയുള്ള ഒരു മരണം നിനക്ക് വേണോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവർക്ക് നാളെ വിചാരണയില്ലാതെ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖാതിമുൽ ഹസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന, ഉസ്താദ്, അല്ലാഹും അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? എന്റെ വാപ്പയോടല്ല, എന്റെ ഉമ്മയോടല്ല, എന്റെ ഭാര്യയോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ കൂടപ്പിറപ്പുകളോടല്ല, എന്റെ കുടുംബക്കാരോടല്ല, എന്റെ കൂട്ടുകാരോടല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവേ, അതാ പരിശുദ്ധമായ അവിടെന്ന് പറയുന്ന സൽക്കർമ്മങ്ങളെയാ. ഹസനാതി മഹബൂബ, അതാ നമസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾ സ്നേഹിക്കാൻ തീരുമാനിക്ക്. എന്റെ ചെറുപ്പക്കാരാ, ഖുർആനിനെ സ്നേഹിക്കടാ പൊന്നുമോനെ, ഖുർആനിനെ സ്നേഹിക്ക്. നിങ്ങളൊക്കെ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുമല്ലോ. എല്ലാരും പാട്ട് കേട്ടിട്ടാ കിടന്നുറങ്ങണേ. നീ വിചാരിച്ചു ഏറ്റവും വലിയ സംഗീതം യേശുദാസിന്റെ പാട്ടാ അല്ലെങ്കിൽ ചിത്രയുടെ പാട്ട്? ആരാ പറഞ്ഞ്?
എടാ പൊന്നു മോനെ, നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ ആ പാട്ടൊക്കെ മാറ്റിയിട്ട് ആ സുദൈസിയുടെയോ അല്ലെങ്കിൽ മക്കത്തും മദീനത്തൊക്കെ ഓതണ ഖുർആൻ ഒന്ന് കേട്ടു നോക്കടാ. ഏറ്റവും വലിയ മനോഹരമായ, ഏറ്റവും വലിയ സംഗീതം ഖുർആനാടാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ചിലപ്പോൾ ഒരു ദിവസം കേൾക്കുമ്പോൾ അത്ര തോന്നില്ല, പക്ഷെ അവസാനം ഒരു 2 ദിവസം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാതെ നിനക്ക് ഉറങ്ങാൻ പറ്റൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തൊരു ലഹരി എന്നറിയോ, എന്തൊരു ലഹരിയാണെന്നറിയോ ഖുർആൻ. ആ ഖുർആൻ ഒന്ന് കേൾക്കടാ മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം ഖുർആൻ. ആ ഖുർആൻ നീ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. ഖുർആനിനെ സ്നേഹിക്കുക, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുക. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ചിലരുടെയൊക്കെ മയ്യത്ത് കബറടക്കാൻ പോകും. ചിലരുടെയൊക്കെ മയ്യത്ത് കബറടക്കാൻ പോകുമ്പോ പള്ളി നിറയെ ആളായിരിക്കും. ചിലപ്പം വെള്ളിയാഴ്ചയായിരിക്കും മരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ ചോദിക്കും, ഇത്ര ആൾ എവിടുന്ന് വന്നടാ? ഇവൻ ആരാ? ഒരു സാധാരണ ഒരു മനുഷ്യൻ മരിച്ചപ്പോ പള്ളി നിറയെ ആള്. രാഷ്ട്രീയക്കാരനല്ല, സമ്പന്നനല്ല, ഏതോ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവൻ മരിച്ചപ്പോ പള്ളി നിറയും ആള്. അങ്ങനെയുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട സ്വഹാബി അല്ലാഹുവേ പടച്ചവനെ, ആ സഹാബിയുടെ മയ്യത്ത് കബറടക്കാൻ, ജനാസ നമസ്കരിക്കാൻ പള്ളി നിറയെ ആള്. പതിവിൽ കൂടുതലായിട്ട് മയ്യത്ത് നമസ്കാരത്തിന് ആള് കൂടി. സഹാബത്ത് പരസ്പരം പറയുകയാണ്, എങ്ങനെ ഈ ആള് വന്നു? ആരാ? ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറയെ ആള് വന്നല്ലോ. ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നി. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബിരിയിലെ, ഇത്രയും ആള് ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരാൻ കാരണമെന്താ? മുആവിയ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ ഇത്രയും ആള് വരാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. പാതിരാത്രിയായപ്പോൾ പടച്ചവനെ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വപ്നം കാണുകയാണ്. എന്തേ ദുആ കാണുന്നത്? ഫറഅയ്തു അതാനി മലക്കാൻ. 2 മലക്കുകൾ കടന്നു വരികയാണ്. കിടന്നുറങ്ങുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, പരലോകത്തുകൂടെ കൊണ്ടുപോവുകയാണ്. മലക്കുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കൊണ്ടുപോയത് എവിടെയെന്നറിയുമോ? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്കാ. നരകത്തിന്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാ പറയുകയാണ്, ഇബ്നു ഉമർ തങ്ങളെ വലിച്ചുകൊണ്ട് നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ നരകത്തിന്റെ വാതിലടച്ചിരിക്കുകയാ. നരകത്തിന്റെ വാതിലങ്ങടയ്ക്കുകയാ. ഇങ്ങനെ ഒരു സ്വപ്നമാണ് കാണുന്നത്. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് നാളുകളായി സ്വപ്നം കാണുന്നില്ല. ഇന്ന് കാണണമെന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കാണിച്ചു തന്നത് നരകമാണ്. അല്ലാഹുവേ, അന്ന് സ്വപ്നം കണ്ടത് നരകമാണ്. മുത്തുനബിയോട് പോയി ചോദിക്കാൻ പേടിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ പേടിയാണ്. കാരണം നരകമല്ലേ കണ്ടത്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരിയോട് പറയുന്ന, മുത്തുനബിയോട് പോയെന്ന് ചോദിക്കാൻ. തന്റെ പെങ്ങളോട് പറയുകയാണ്, ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ ഒന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമോ? അങ്ങനെ പടച്ചവനെ, ഇബ്നു ഉമർ തങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത് എന്തെന്നറിയുമോ? നിഅമർ റജുലു അബ്ദില്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അവിടെ മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ദുള്ള നല്ലവനാണ്, ഇബ്നു ഉമർ നല്ലവനാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പക്ഷേ
2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ, പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, മരിക്കുന്ന കാലം വരെ പിന്നെ മുടക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ കവാടം അടയ്ക്കാനുള്ള കാരണമെന്താ? ആ പാതിരാത്രിയിലെ 2 റക്അത്ത് പകല് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എല്ലാവരും കാണുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ അറിയില്ല, നിന്റെ മക്കളറിയില്ല, നിന്റെ കുടുംബക്കാരറിയില്ല, നാട്ടുകാരറിയില്ല, അല്ലാഹുവല്ലാതെ വേറെ ഒരാളും അറിയില്ല. കാരണം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ, പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റുമല്ലോ. പക്ഷേ രാത്രി നമസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കഴിയില്ല. തതജാഫാ ജുനൂബുഹും അനിൽ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെങ്ങളെ നിനക്ക് കഴിയില്ല, വാപ്പാ നിനക്ക് കഴിയില്ല, ചെറുപ്പക്കാരാ നിനക്ക് കഴിയില്ല. പകല് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ രാത്രി നമസ്കരിക്കണമെങ്കിൽ അല്ലാഹു സ്നേഹിച്ചവർക്ക് മാത്രമേ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ. രാത്രി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം നിനക്ക് വേണോ? നീ വിചാരിച്ചാ പോരടി ആമിന, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വിചാരിച്ചാ രാത്രി നിസ്കരിക്കാൻ പറ്റൂല. കാരണം അല്ലാഹ് സ്നേഹിച്ചവർക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ഒരു സൂറത്ത് പാരായണം ചെയ്തത് കൊണ്ട് അല്ലാഹുവേ, മയ്യത്ത് നമസ്കരിക്കാൻ ജനസാഗരം ഉണ്ടായെന്ന് ചരിത്രം പറയുമ്പോ ഇന്നിവിടെ കൂടിയവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താൽ 3 കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പള്ളിയും പുറം പള്ളിയും നിറഞ്ഞ് നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് വരും. പെങ്ങള് വരും. വാപ്പാ 40 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ദുആയിക്ക് ഉത്തരം കിട്ടുമെന്നാണ്. നിന്റെ മയ്യത്ത് ഇവിടെ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ പടച്ചവനെ, 100 കണക്കിന് പേര് പള്ളിക്കകത്ത് വന്ന് നിന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ഖബർ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഈ മനുഷ്യന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. 100 കണക്ക് പേരുടെ ദുആ വേണോ? 100 കണക്കിന് പേരുടെ ദുആ വേണോ? റസൂലുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ, ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ഈ സദസ്സിലിരിക്കുന്ന പിഞ്ചു മക്കൾക്ക് വരെ അറിയുന്ന സൂറത്താ. നിങ്ങൾക്ക് കഴിയുമോ ഇതിനെ സ്നേഹിച്ചാൽ? നിങ്ങളുടെ മരണം നന്നാവുകയാ, നിങ്ങൾക്ക് നല്ല മരണം കിട്ടുകയാ. അതുകൊണ്ട് 33 വർഷക്കാലം പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ നടന്ന ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുന്ന, ഉസ്താദേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? ആരെ സ്നേഹിച്ചാൽ അവര് ഖബർ വരെ വരൂ. അതുകൊണ്ട് ഞാൻ ഖബറിന് ശേഷം എന്റെ കൂടെ വരുന്ന ഒരാളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബാ, ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ.
നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. മരണശേഷം പ്രയോജനം ചെയ്യുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മൂന്നാമത്തെ കാര്യം എന്താ? അമലുൻ സ്വാലിഹാ. ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതൊക്കെ നാളെ ഖബറിന്റെ അകത്ത് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ് ഉണ്ടല്ലോ. പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് ഖാതിമുൽ ഹസൻ റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്ന ഉസ്താദേ, ആരെ സ്നേഹിച്ചാലും അവര് ഖബർ വരെ വരൂ, ആരെ പ്രേമിച്ചാലും ഖബർ വരെ വരൂ. എന്നാൽ ആ ഖബറിന്റെ കൂടെ ആ മരണത്തിന് ശേഷം എന്റെ കൂടെ വരുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അല്ലാഹു അവന്റെ പ്രവാചകനും കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയെന്നറിയുമോ? ഫജഅൽതുൽ ഹസനാതി മഹബൂബാ.